എന്തായാലും കുടിവെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ സമരം നേടിയെടുക്കും. ഒരു സമര ദൃശ്യത്തോടു കൂടിയാണ് ഒന്നായി തുടരാമെന്ന പ്രത്യേക പരിപാടി ആരംഭിക്കുന്നത്. സമരം ഏതാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണില്ല. 10 വർഷം മുമ്പ് നടന്നതാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും 13 ജില്ലാ കേന്ദ്രങ്ങളിലും കുടുംബശ്രീ പ്രവർത്തകർ അണിനിരന്ന, സ്ത്രീകൾ അണിനിരന്ന മഹാസമരം. കുടുംബശ്രീയെക്കുറിച്ച് മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മലയാളിയാണെങ്കിൽ കുടുംബശ്രീ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വീട്ടിലെത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ മുതൽ ജനകീയ ഹോട്ടലുകളിൽ ഭക്ഷണം തയ്യാറാക്കുന്നവർ വരെ ഓരോ കേരളീയനോടൊപ്പവും കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ലോകത്തിന് മാതൃകയായ പ്രസ്ഥാനം. അത്തരമൊരു പ്രസ്ഥാനത്തെ തകർക്കാൻ ഏതെങ്കിലും ഭരണാധികാരി തയ്യാറാകുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിന് മുൻകൈയെടുക്കുമോ? അതും നടന്നു കേരളത്തിൽ 2011-16 UDF കാലത്ത്. UDF സർക്കാരിന്റെ കാലത്ത് കുടുംബശ്രീയെ തകർക്കാൻ ശ്രമിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന അനിശ്ചിതകാല സത്യഗ്രഹ സമരം 4 ദിവസം പിന്നിട്ടു. സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന UDF സർക്കാരിന്റെ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധമാണ് കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ജനശ്രീക്ക് വഴിവിട്ടനുവദിച്ച ഫണ്ട് പിൻവലിക്കുക, കുടുംബശ്രീയെ തകർക്കുന്ന നയം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ സത്യഗ്രഹം തുടരാനാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ തീരുമാനം. നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റ് തിരുത്തുകയും തങ്ങളുടെ രാഷ്ട്രീയക്കാർ മാത്രം ഉൾക്കൊള്ളുന്ന ജനശ്രീ എന്ന സംഘടനയ്ക്ക് പൊതുപണം വാരിക്കോരി കൊടുക്കാനുള്ള അനൗചിത്യം കാണിച്ചത് അടിയന്തരമായും തിരുത്തുകയുമാണ് ഇവിടെ വേണ്ടത്. നിരാഹാര സമരവും പിക്കറ്റിംഗും അടക്കമുള്ള സമരരൂപമായി വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സമരം വളരുകയാണ്. ഞങ്ങളെ മുഖ്യമന്ത്രി ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുള്ളൂ. കോൺഗ്രസ് നേതാവ് MM ഹസന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സഹായത്തോടെ രൂപീകരിച്ചതാണ് ജനശ്രീ. കുടുംബശ്രീ CPIM ബന്ധമുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ജനശ്രീ വേണം. ഇതായിരുന്നു വാദം. 2011 അധികാരത്തിൽ വരുന്ന UDF സർക്കാർ കുടുംബശ്രീയെ തഴഞ്ഞ് ജനശ്രീക്ക് ഫണ്ട് അനുവദിച്ചു. കുടുംബശ്രീയെ തഴഞ്ഞ് ജനശ്രീയെ പകരം വയ്ക്കാനുള്ള നീക്കങ്ങൾ UDF സർക്കാർ അധികാരമേറ്റയുടൻ തന്നെ ആരംഭിച്ചിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സർക്കാർ ഉത്തരവ്. MM ഹസൻ ചെയർമാനായ ജനശ്രീക്ക് 14.36 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽപ്പെടുത്തിയാണ് ജനശ്രീക്ക് പണം ലഭ്യമാക്കിയിരിക്കുന്നത്. കൃഷി മൃഗസംരക്ഷണ വകുപ്പുകൾ നിശ്ചയിക്കുന്ന നോഡൽ ഓഫീസർമാരെയാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ മേഖലകളിലെല്ലാം അനുഭവ സമ്പത്തുള്ള കുടുംബശ്രീയെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് സംഘടനയായ ജനശ്രീക്ക് സർക്കാർ പണം എന്തിന് അനുവദിക്കുന്നുവെന്ന ചോദ്യത്തിന് ഈ ഉത്തരവിൽ മറുപടിയില്ല. കുടുംബശ്രീ പ്രവർത്തകർ തെരുവിലിറങ്ങി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 10,000-ങ്ങളാണ് സമരത്തിൽ അണിനിരുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റമായി സമരം മാറി. കുടുംബശ്രീയെ തകർക്കുന്നത് പരിരക്ഷിച്ചെടുത്തു എന്ന് മാത്രമല്ല, നാടിനെ തകർക്കാൻ, ജനങ്ങളെ തകർക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭരണകൂടത്തിന്റെ എല്ലാ അക്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. കുടുംബശ്രീ പ്രവർത്തകർ ഉന്നയിച്ച 10 ആവശ്യങ്ങളും ഗവൺമെന്റ് അംഗീകരിച്ചതായി PK ശ്രീമതി ടീച്ചർ അറിയിച്ചു. നിറഞ്ഞ കയ്യടിയോടെയാണ് കുടുംബശ്രീ പ്രവർത്തകർ തങ്ങളുടെ സത്യഗ്രഹ സമരം വിജയിച്ചതായുള്ള വാക്കുകൾ കേട്ടത്. നമുക്ക് ഈ ശക്തി, സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീയിലൂടെ നമ്മൾ ഉയർത്തിപ്പിടിച്ച സ്ത്രീ ശാക്തീകരണത്തിലൂടെയാണ് നമ്മൾ ഇതെല്ലാം നേടിയെടുത്തിട്ടുള്ളത്. ഒടുവിൽ UDF സർക്കാർ സ്ത്രീ ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കി. കുടുംബശ്രീ പ്രവർത്തകരുടെ ഐതിഹാസിക സമര വിജയം. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ മഹത്തായ ഒരു പ്രസ്ഥാനത്തെ വളരെ നിർണായകമായൊരു ചുവടുവെപ്പിനെ തകർക്കാനുള്ള ശ്രമങ്ങളാണ്. കുടുംബശ്രീയെ അട്ടിമറിക്കാൻ വേണ്ടി അതിന് ബദലായി ജനശ്രീ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച് ദയനീയമായി പരാജയപ്പെട്ട അനുഭവം ഉണ്ട്. അന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള MM ഹസൻ ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവ്. അദ്ദേഹത്തിൻ്റെ
പരിശ്രമമായിരുന്നു ജനശ്രീ ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു ഭാഗത്ത് രാഷ്ട്രീയമായ കുടുംബശ്രീയെ തകർക്കാൻ ശ്രമം, മറുഭാഗത്ത് ഗവൺമെൻറ് തന്നെ കുടുംബശ്രീയെ ഞെരിച്ചില്ലാതാക്കാനുള്ള ശ്രമം നടത്തി. അന്നാണ് കേരളത്തിലെ സ്ത്രീകളുടെ സമരവീര്യം നാം കണ്ടത്. രാപ്പകൽ സമരം, നീണ്ട ദിവസങ്ങൾ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നു. സ്ത്രീകൾ ഒന്നടങ്കം അതിനെതിരായി രംഗത്ത് വന്നു. ഒടുവിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വന്നു. എന്താണ് UDF സർക്കാർ എന്ന്, UDF അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സമരം. ഒടുവിൽ സ്ത്രീ ശക്തിക്ക് മുന്നിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. പക്ഷേ ജനശ്രീ ഇപ്പോഴുമുണ്ട്. ഇനിയും LDF സർക്കാരിന് പകരം UDF സർക്കാർ വന്നാൽ ജനശ്രീ വീണ്ടും വരാം. നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും കേരളം, പ്രിയ കേരളം. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു കേരളത്തിൻ്റെ ചരിത്രത്തെ സ്വാധീനിച്ച സംഭവം എന്നാണ് ഒരു പ്രധാനപ്പെട്ട പത്രം കുടുംബശ്രീ രൂപീകരണത്തെ അടുത്തിടെ വിശേഷിപ്പിച്ചത്. കുടുംബശ്രീ രൂപീകരിച്ച് 28 കൊല്ലമായല്ലോ. അപ്പോൾ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കുടുംബശ്രീയുടെ രൂപീകരണമാണ്. അത് അതിശയോക്തിയുമല്ല. കുടുംബശ്രീ രൂപീകരണത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പെട്ടെന്നൊരു ദിവസം കുടുംബശ്രീ ഉണ്ടായതല്ല. 90കളിൽ ജനകീയാസൂത്രണം ഉണ്ടാകുന്നു. ആസൂത്രണ പ്രക്രിയയിൽ ജനങ്ങളാകെ പങ്കാളികളായി മാറുന്നു. അതിൻ്റെ തുടർച്ചയായി കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ജനകീയാസൂത്രണത്തിന് രൂപം കൊടുത്ത അതേ LDF ഗവൺമെൻറ് കുടുംബശ്രീക്ക് കൂടി രൂപം കൊടുക്കുന്നു. സ്ത്രീകൾ വലിയ തോതിൽ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലേക്കും മുഖ്യധാരയിലേക്കും വരുന്നു. 20ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ മുദ്രാവാക്യം, കേരളത്തെ അന്ന് ഇളക്കിമുറച്ച മുദ്രാവാക്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനം കുടുംബശ്രീയാണ്. കുടുംബശ്രീയെ സാമ്പത്തികമായി തകർക്കുക അത് ഒരു വശം. മറുവശത്ത് കുടുംബശ്രീ പ്രവർത്തകരെ അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. ആരോഗ്യ വകുപ്പിൻ്റേതാണ് ഉത്തരവ്. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന 100 കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരെയാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ SAT ആശുപത്രിയിൽ ശുചീകരണ ജോലി ചെയ്തിരുന്ന 200ഓളം കുടുംബശ്രീക്കാരെയാണ് അകാരണമായി പിരിച്ചുവിട്ടത്. ഇവരിൽ പലരും 5 വർഷത്തിലേറെയായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എല്ലാ കുടുംബശ്രീ പ്രവർത്തകരെയും പിരിച്ചുവിടുകയായിരുന്നു. ജനശ്രീ പ്രവർത്തകരെ നിയമിക്കാനായാണ് കുടുംബശ്രീക്കാരെ പിരിച്ചുവിട്ടതെന്നാണ് ആരോപണം. ഇപ്പൊ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നത് കംപ്ലീറ്റും ജനശ്രീയുടെ ആൾക്കാരാണ്. അവര് പനീര ആൾക്കാർ മൊത്തം ഇവിടെ നിപ്പുണ്ട്. ബോണ്ട് വെച്ച് കയറിയവരും എല്ലാവരും ഇവിടെ നിപ്പുണ്ട്. ഇപ്പൊ ഞങ്ങൾ പാവപ്പെട്ട കുടുംബശ്രീക്കാരെ മാത്രമാണ് അവർ ഇറക്കുന്നത്. ബാക്കി എല്ലാവരും ഇവിടെ നിലനിൽപ്പുണ്ട്. നൂതനവും സ്ത്രീ കേന്ദ്രീകൃതവും പങ്കാളിത്തപരവുമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയായ കുടുംബശ്രീയിൽ ഇപ്പോൾ 46 ലക്ഷത്തിലധികം സ്ത്രീകൾ ഉൾപ്പെടുന്നു. പ്രാഥമിക തലത്തിൽ അയൽക്കൂട്ടങ്ങൾ, വാർഡ് തലത്തിൽ പ്രാദേശിക വികസന സൊസൈറ്റികൾ, പ്രാദേശിക സർക്കാർ തലത്തിൽ സാമൂഹിക വികസന സൊസൈറ്റികൾ എന്നിങ്ങനെ ഒരു ത്രിതല ഘടന. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശൃംഖലകളിലൊന്നായി കുടുംബശ്രീ മാറി. ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായവരുടെ പുനരധിവാസത്തിനായുള്ള അഗതി കേരളം. ഈ പദ്ധതി പ്രകാരം പ്രോജക്റ്റ് കോസ്റ്റിന്റെ 40% തുക, പരമാവധി 40 ലക്ഷം രൂപ ജനറൽ പ്രോജക്റ്റുകൾക്കും പരമാവധി 50 ലക്ഷം രൂപ പട്ടികവർഗ പ്രോജക്റ്റുകൾക്കും കുടുംബശ്രീ ചലഞ്ച് ഫണ്ടായി നൽകുന്നു. ഇതുവരെ 1033 പൊതു പദ്ധതികൾക്കും 170 ആദിവാസി പദ്ധതികൾക്കും കുടുംബശ്രീ ചലഞ്ച് ഫണ്ട് നൽകി. പറഞ്ഞാൽ തീരില്ല കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ. കേരളത്തിൽ നിന്ന് തുടങ്ങി ലോകത്തോളം വളർന്ന കുടുംബശ്രീ എന്ന മാതൃക, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ലോകത്തിന് മുന്നിൽ കേരളം വെച്ച മാതൃക. ആ കുടുംബശ്രീയെ തകർക്കാനാണ് കേരളത്തിൽ UDF സർക്കാർ ശ്രമിച്ചത്. പക്ഷേ കേരളം ആ ശ്രമത്തെ പരാജയപ്പെടുത്തി. ആ ജൈത്രയാത്ര, ആ മഹാവിജയത്തിൻ്റെ ജൈത്രയാത്ര ഇനിയും തുടരേണ്ടതുണ്ട്. അതിന് LDF സർക്കാർ കേരളത്തിൽ തുടരുക തന്നെ വേണം. ഉറപ്പുള്ള വാക്കിൽ നിന്നും ഉയർക്കുന്ന നേരും കൊണ്ടേ
ഉടച്ചൊന്നു വാർത്തു നമ്മൾ നാടിൻ രൂപം. സുന്ദരമായ കേരളം, സുന്ദരമായ നഗരങ്ങളും നാട്ടിൻപുറങ്ങളും. 10 വർഷം മുൻപ് ഇങ്ങനെയായിരുന്നോ നമ്മുടെ കേരളം? ഈ ചോദ്യം ആരോട് ചോദിച്ചാലും അല്ല എന്നായിരിക്കും ഉത്തരം കിട്ടുക. 3 ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ആ 3 ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുവരാം. ആദ്യം പോകുന്നത് ബ്രഹ്മപുരത്തേക്കാണ്. കൊച്ചി നഗരത്തിന്റെ മാലിന്യ കൂമ്പാരമായ ബ്രഹ്മപുരത്തേക്ക്. വെറും കൂമ്പാരമെന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. തീർച്ചയായും മാലിന്യ കൂമ്പാരമല്ല, മാലിന്യമല. 2009 ഇന്ത്യയിലെ ഏറ്റവും മികച്ച സീറോ വേസ്റ്റ് സിറ്റിയായിരുന്നു കൊച്ചി. അന്നത്തെ കേന്ദ്ര നഗര വികസന മന്ത്രി ജയ്പാൽ റെഡ്ഡിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയത് ഇടതുപക്ഷ മേയറായിരുന്ന മേഴ്സി വില്യംസ്. എന്നാൽ 2010 UDF അധികാരത്തിലേറിയതോടെ കാര്യങ്ങൾ താറുമാറായി. മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിൽ ചെയ്തു പോന്ന സെന്റർ ഫോർ എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് എന്ന സ്ഥാപനത്തെ പുറത്താക്കി. ഇതോടെ മാലിന്യ സംസ്കരണം അട്ടിമറിക്കപ്പെട്ടു. ബ്രഹ്മപുരം ഒരു അടയാളമാണ്. 10 വർഷം കേരളം മാറി എന്നതിൻ്റെ അടയാളം. ബ്രഹ്മപുരം മാത്രമാണോ മാറിയത്? ലാലൂർ, തിരുവനന്തപുരത്തെ എരുമക്കുഴി, നമ്മുടെ തെരുവോരങ്ങൾ എല്ലാം വൃത്തിയായി. ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ ദിവസങ്ങളോളം വലിയ തലക്കെട്ടായിരുന്നല്ലോ. 1-ാം പേജിലെ തലക്കെട്ടായിരുന്നു. പ്രൈം ടൈമിലെ വാർത്തയും വിവാദവും പ്രൈം ടൈം ഡിബേറ്റിൻ്റെ വിഷയമൊക്കെ ആയിരുന്നു ദിവസങ്ങളോളം. തീ ആളിക്കത്തിയതിനൊപ്പം വിവാദവും ആളിക്കത്തി. തീ അണഞ്ഞതോടെ എല്ലാവരും അത് വിസ്മരിക്കുകയും വീഴ്ച പോവുകയും ചെയ്തു. അന്ന് നിയമസഭയിൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചു, ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും. ഈ ആപത്തിനെ കൊച്ചി മാത്രമല്ല കേരളമാകെ വൃത്തിയാക്കാനുള്ള അവസരമാക്കി മാറ്റും. വലിയ ട്രോളും പരിഹാസമായിരുന്നു മറുപടി. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ ബ്രഹ്മപുരത്തുണ്ടായ മാറ്റം ലോകം മുഴുവൻ കണ്ടതുമാണ്, അംഗീകരിച്ചതുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമലയായിരുന്നു ബ്രഹ്മപുരത്തെ. 9 ലക്ഷത്തിലധികം മെട്രിക് ടൺ മാലിന്യം കുമിഞ്ഞുകൂടിയ 110 ഏക്കർ. ഇപ്പോൾ 90% നീക്കം ചെയ്ത് വീണ്ടെടുത്ത് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഈ 27-ാം തീയതി അവിടെ 90 കോടി രൂപ ചെലവിൽ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ. പ്രതിദിനം 150 ടൺ മാലിന്യം സംസ്കരിച്ച 15 ടൺ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ബ്രഹ്മപുരത്ത് യാഥാർത്ഥ്യമാകുന്നത്. റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയായ പ്ലാന്റിൽ ട്രയൽ റൺ നടന്നുവരികയാണ്. പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൊച്ചിയുടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകും. ബ്രഹ്മപുരത്ത് നിന്ന് തൃശ്ശൂരിലെ ലാലൂരിലേക്ക്, ലാലൂരിൽ നിന്ന് തിരുവനന്തപുരത്തെ എരുമക്കുഴിയിലേക്ക്. 75 വർഷത്തിലധികം മാലിന്യക്കൂമ്പാരമായി കിടന്നിരുന്ന ഭൂമിയാണ് ലാലൂരിലേത്. ഈ ഭൂമിയിലാണ് കിഫ്ബിയുടെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ പുതുചരിത്രം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസ താരം IM വിജയന്റെ പേരിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഇവിടെ നിർമ്മിക്കുന്നത്. 50 കോടി ചിലവാക്കി നിർമ്മിച്ച ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. മാലിന്യ മലകൾ മാറി, പൂന്തോട്ടവും കളിസ്ഥലവും പാർക്കും ഉയർന്നു വന്നു. വെറുതെ സംഭവിച്ചതല്ല ഇതൊന്നും. ഒരു സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നാം കണ്ടത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 1027 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സീറോ വേസ്റ്റ് ദിനമായ 2025 മാർച്ച് 30 സമ്പൂർണ്ണ ഖരമാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. 3060 ടൗണുകൾ, 3087 മാർക്കറ്റ്, 2,87,409 അയൽക്കൂട്ടങ്ങൾ, 14,321 വിദ്യാലയങ്ങൾ, 1,370 കലാലയങ്ങൾ, 57,201 സ്ഥാപനങ്ങൾ, 317 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഹരിത പദവി നേടി. അസാധ്യമായത് സാധ്യമാക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമാണ് ഹരിത കർമ്മസേന. 2017 അതായത് LDF സർക്കാരിൻ്റെ കാലത്താണ് പ്രത്യേക ഉത്തരവിലൂടെ ഹരിത കർമ്മസേന രൂപീകരിക്കുന്നത്. 2018 26,314 അംഗങ്ങളുണ്ടായിരുന്ന ഹരിത കർമ്മസേനയിൽ ഇപ്പോൾ 37,000 അംഗങ്ങളുണ്ട്. കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഹരിത കർമ്മസേന. ഹരിത കർമ്മസേന കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭ മാതൃകയാണ്. ഇന്ന് 38,000-ഓളം പേരതിൽ അംഗങ്ങളായിട്ടുണ്ട്. അവരുടെ വരുമാനവും ഗണ്യമായിട്ട് നമുക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റിലും കുടുംബശ്രീയുടെ പങ്കുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ പങ്കുണ്ട്. കേരളത്തിൻ്റെ മാറ്റം കണ്ടറിയാൻ, പ്രത്യേകിച്ച് ശുചിത്വ കേരളത്തിൽ വന്ന മാറ്റം കണ്ടറിയാൻ നമ്മുടെ നഗരങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ മതി.
നമ്മൾ മലയാള മണ്ണിന്റെ മക്കൾ തളരില്ല നമ്മൾ പതറില്ല നമ്മൾ മലയാള മണ്ണിന്റെ മക്കൾ മക്കൾ നമ്മൾ മക്കൾ നമ്മൾ മലയാള മണ്ണിന്റെ മക്കൾ മക്കൾ. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നമ്മൾ നിർത്തി. അതല്ലെങ്കിൽ കൃത്യമായ നിയമ സംവിധാനം വഴി നിർത്തിക്കാൻ കഴിഞ്ഞു സർക്കാരിന്. വികേന്ദ്രീകൃത ഭരണത്തിലും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഇന്ത്യയിലെ തന്നെ മാതൃകയാണ് കേരളം. 1996 ജനപങ്കാളിത്ത പദ്ധതിയിലൂടെ സംസ്ഥാന ബജറ്റിന്റെ 1/3 ഭാഗത്തോളം നേരിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി. ഭരണഘടനയുടെ 73, 74 വകുപ്പുകളിൽ വരുത്തിയ ഭേദഗതി വഴി പഞ്ചായത്തി രാജ് സംവിധാനവും നഗരസഭകളും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പല സംസ്ഥാനങ്ങളും ഫണ്ടുകളും അധികാരങ്ങളും പൂർണ്ണമായി കൈമാറിയിട്ടില്ല. എന്നാൽ കേരളത്തിൽ ഇതുവഴി ഗ്രാമസഭകൾ, വാർഡ് കമ്മിറ്റികൾ എന്നിവ മുഖേന ജനങ്ങൾക്ക് നേരിട്ട് പദ്ധതികൾ തയ്യാറാക്കുവാനും നടപ്പാക്കുവാനും അവസരം ലഭിച്ചു. അതായത് ആദ്യത്തെ 5 കൊല്ലം കൊടുത്തത് 53,000 കോടിയാണ്. ഈ കഴിഞ്ഞ 5 കൊല്ലം കൊടുത്ത് 70,000 കോടിയാണ്. 2 വർഷം കൂടി 1,23,000 കോടി കൊടുത്തു. 2017 മുതൽ എല്ലാ വർഷവും 0.5% വീതം വികസന ഫണ്ട് വർദ്ധിപ്പിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത്. ക്രമാനുഗതമായി ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചപ്പോഴും കേന്ദ്രം ഞെരുക്കിയപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചില്ല എന്ന് മാത്രമല്ല ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നു 10 വർഷം മുമ്പ് വരെ കേരളത്തിന്റെ മുഖം. എന്നാൽ ഇന്നത് പൂർണ്ണമായും മാറി. ഏത് നാട്ടിൻപുറത്തും ഗുണനിലവാരമുള്ള റോഡുകൾ. അടിസ്ഥാന സൗകര്യ മേഖലയിൽ കേരളം നടത്തിയത് വമ്പൻ കുതിച്ചുചാട്ടമാണ്. അതിന്റെ തുടർച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കാണാം. തദ്ദേശ റോഡുകളുടെ GIS അധിഷ്ഠിത വിവരശേഖരണം പൂർത്തിയാക്കി. 50,000-ഓളം കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രം വിനിയോഗിച്ചു. 2,000 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയായിട്ടും ഗ്രാമീണ റോഡ് വികസനത്തിന് മാത്രമായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളുടെ ആസ്തി സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ആർട്രാക്ക് എന്നൊരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് GIS അധിഷ്ഠിത മാപ്പിങ്ങിലൂടെ ആ ആസ്തി കൃത്യമാക്കി. അപ്പോൾ അതുകൊണ്ട് ഫണ്ട് വിനിയോഗം കൂടുതൽ കാര്യക്ഷമമായി ഫലപ്രദമായി എന്ന് പറഞ്ഞാൽ എത്ര റോഡുണ്ട്, എത്ര കിലോമീറ്റർ റോഡുണ്ട് എന്നിപ്പോൾ നമുക്കറിയാം. 2 ലക്ഷം കിലോമീറ്ററിലധികം റോഡുണ്ട്. അപ്പോൾ അതിന് മാത്രമേ ഇപ്പോൾ ഫണ്ട് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്ന സ്ഥിതി വന്നു. പാഴായി പോകുന്ന സ്ഥിതി മാറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് K-സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന വിപ്ലവകരമായ മാറ്റം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: K-സ്മാർട്ട് എന്ന്. സേവനങ്ങൾ അതിവേഗത്തിൽ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാം വിരൽ തുമ്പിൽ. സേവനങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കയറിയിറങ്ങേണ്ട, സുതാര്യത ഉറപ്പാക്കി അഴിമതിയുടെ സാധ്യത പരമാവധി കുറയ്ക്കുവാനും K-സ്മാർട്ടിന് കഴിഞ്ഞു. K-സ്മാർട്ട് ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ്. അതിൻ്റെ പ്രത്യേകത ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, കേരളത്തിലെ ഏതൊരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുമുള്ള ഏത് സേവനവും ലോകത്തെവിടിരുന്നും വിരൽ തുമ്പിൽ ലഭ്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഒരു തദ്ദേശ സേവനം ലഭിക്കാൻ നേരിട്ട് പോകേണ്ട കാര്യമില്ല. ഇത് പരിചിതമല്ലാത്ത ആളുകൾ നേരിട്ട് പോകുന്നു എന്നതൊഴിച്ചാൽ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഗണ്യമായിട്ട് ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് വയനാട്ടിൽ അമ്പലവയലിലെ സെക്രട്ടറി അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ പറയായിരുന്നു, പണ്ട് വന്നതിൻ്റെ 3 ആളുകൾ പോലും ഇപ്പോൾ പഞ്ചായത്തിൽ വരുന്നില്ല. രാമനാട്ടുകര ചെയർപേഴ്സൺ, UDFൻ്റെ ചെയർപേഴ്സണായിരുന്നു. അവർ പറയാണ്, സാർ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലേക്കൊന്നും പഴയതുപോലെ ആൾ വരുന്നില്ല, എല്ലാം ഓൺലൈനായി പോയില്ലേ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരാളും വരാതാവണമെന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല. അവനവൻ്റെ ഒരു കാര്യം നടക്കാൻ നേരിട്ട് ഈ പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പൽ ഓഫീസിലോ പോയി ഈ കസേരകളുടെ മുമ്പിൽ വണങ്ങി നിന്നാലേ നടക്കൂ എന്ന സ്ഥിതി ഉണ്ടാവരുത്. ആളുകളുടെ അവകാശമാണ്. അവകാശം അവർക്ക് വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാവണം. ഇപ്പോൾ K-സ്മാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫയൽ അധിഷ്ഠിതമായിട്ടുള്ള ഗവേണൻസിനെ ഡേറ്റ അധിഷ്ഠിതമായ ഗവേണൻസിലേക്ക് മാറ്റിയെന്നാണ്. അത് മനസ്സിലാവാത്ത ചിലരാണ് ചില പരിഹാസവും ട്രോളും ഒക്കെ ആയിട്ട് രംഗത്തിറങ്ങിയത്. എല്ലാവരും പെട്ടെന്ന് തന്നെ നാവടക്കുകയും ചെയ്തു.
കെ സ്മാർട്ട് 2024 ജനുവരി 1 മുനിസിപ്പാലിറ്റികളിൽ വന്നത്. 25 ഏപ്രിൽ 10 പഞ്ചായത്തുകളിൽ വന്നത്. ഇതുവരെ കെ സ്മാർട്ട് വന്ന ശേഷം 1 കോടിയിലധികം ഫയലുകൾ കെ സ്മാർട്ടിൽ കൈകാര്യം ചെയ്തു. ഇതിൽ അപേക്ഷ ലഭിച്ച് 1 മണിക്കൂറിനകം തീർപ്പാക്കിയത് 10 ലക്ഷത്തിലധികമാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ 11 മണിക്ക് അപേക്ഷ കൊടുത്തു, 12 മണിയാകുമ്പോഴേക്കും ആ അപേക്ഷ തീർപ്പാക്കി, പരിഹരിച്ചു. അങ്ങനെയുള്ളത് 10 ലക്ഷമാണ്. ഇത് മനസ്സിലാവാത്തവർ ഇറക്കിയ ട്രോള് വളരെ വിചിത്രമായിരുന്നു. കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് വളരെ അത്ഭുതമായിരുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിന് ഇടയിൽ കേരളീയ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന വിസ്മയകരമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. 10 വർഷത്തെ കാലയളവ് വലിയ മാറ്റമാണ് കൊണ്ടുവന്നത് എന്ന് തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. ഈ മാറ്റം ഇനിയും തുടരണം. അതിന് സർക്കാരും തുടരണം. LDF തുടരണം നവകേരളത്തിനായി.